സോ നമുക്ക് ഇന്ന് നമ്മുടെ എക്സാം എക്സ്പ്രസ് സീരീസിനകത്ത് GCC ഫാർമസി എക്സാംസിന് മുന്നേ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒപ്റ്റിക് ന്യൂറൈറ്റിസ്, അപ്പം വിഷ്വൽ അക്വിറ്റി കുറയുന്നു, അതുപോലെ തന്നെ ഗ്രീൻ റെഡ് കളർ ബ്ലൈൻഡ്നെസ് ഒക്കെ വരുന്നത് ഏത് ഡ്രഗ് എടുക്കുമ്പോഴാണ്? എത്താംബ്യൂട്ടോൾ. കണ്ടോ? ഹൈപ്പർടെൻസീവ് ക്രൈസിസ് ഡ്യൂ ടു തൈറമിൻ ഡിസ്പ്ലേസിംഗ് നോർ എപ്പിനെഫ്രിൻ, അക്യൂട്ട് ഹെപ്പാറ്റിക് ഫെയിലിയർ. അപ്പൊ റിഫാമിസിൻ വന്നിട്ട് എന്താണ്? ദാറ്റ് ഇൻഡ്യൂസ് സൈറ്റോക്രോം P450. അപ്പൊ അതിന്റെ കൂടെ കോ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഡ്രഗിന്റെ മെറ്റബോളിസം കൂടുന്നു. ഹായ് ഓൾ, വെൽക്കം ടു എജൂസ് ഇന്റർനാഷണൽ അക്കാഡമി. സോ നമുക്ക് ഇന്ന് നമ്മുടെ എക്സാം എക്സ്പ്രസ് സീരീസിനകത്ത് GCC ഫാർമസി എക്സാംസിന് മുന്നേ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. A patient being treated for tuberculosis with RIPE therapy develops optic neuritis, that is decreased visual acuity, red-green color blindness. Which drug is most likely responsible? Pyrazinamide, ethambutol, rifampin, isoniazid. അതായത് ഇവിടെ ആന്റി ട്യൂബർക്കുലർ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഒരു പേഷ്യന്റ്, അതായത് RIPE ഏതൊക്കെയാണ്? റിഫാംപിൻ, ഐസോനിയാസിഡ്, പൈറസിനമൈഡ്, അതുപോലെ തന്നെ എത്താംബ്യൂട്ടോൾ. ആ ഒരു തെറാപ്പി എടുക്കുന്ന ഒരാൾക്ക് ഒപ്റ്റിക് ന്യൂറൈറ്റിസ് ഉണ്ടായി. അപ്പൊ ഇതിൽ ഏത് ഡ്രഗ് ആണ് ഒപ്റ്റിക് ന്യൂറൈറ്റിസ് ഉണ്ടാക്കുന്നത്? അപ്പൊ നമുക്കറിയാം ആന്റി ട്യൂബർക്കുലർ ഡ്രഗ്സിന്റെ ഒക്കെ അഡ്വേഴ്സ് ഇഫക്റ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് അല്ലേ? അപ്പൊ ഇതിനകത്ത് ഒപ്റ്റിക് ന്യൂറൈറ്റിസ് ഉണ്ടാക്കുന്നത് എത്താംബ്യൂട്ടോൾ ആണ്. ഓക്കെ, എത്താംബ്യൂട്ടോൾ ആണ് ഒപ്റ്റിക് ന്യൂറൈറ്റിസ് ഉണ്ടാക്കുന്നത്. അതുപോലെ ബാക്കി ഡ്രഗ്സ് എന്തൊക്കെയായിരിക്കും ഉണ്ടാക്കുന്നത്? ഐസോനിയാസിഡ്. ഐസോനിയാസിഡിൽ മെയിൻലി നമ്മൾ പറയുന്നത് ഹെപ്പാറ്റോടോക്സിസിറ്റി ആണ്. അതുപോലെ തന്നെ പെരിഫറൽ ന്യൂറോപ്പതി. ഓക്കെ, പെരിഫറൽ ന്യൂറോപ്പതി ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ പരമാവധി നമുക്ക് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഡ്രഗ് ഏതാണ്? വൈറ്റമിൻ B6 അല്ലെ? നമുക്ക് വൈറ്റമിൻ B6 ദാറ്റ് ഇസ് പിരിഡോക്സിൻ നമുക്ക് ഐസോനിയാസിഡിന്റെ കൂടെ കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ പെരിഫറൽ ന്യൂറോപ്പതി വരാതിരിക്കും. അതുപോലെ തന്നെ റിഫാംപിസിനിലാണെങ്കിലോ അതും നമുക്ക് ഹെപ്പാറ്റോടോക്സിസിറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഒരു റിഫാംപിസിൻ കൊടുക്കുമ്പോൾ പേഷ്യന്റിനോട് പറയേണ്ട കാര്യം എന്താണ്? ഓറഞ്ച് റെഡ് ബോഡി ഫ്ലൂയിഡ്സ് അല്ലെ? നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിലൊക്കെ ഡിസ്കളറേഷൻ, ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഒരു റെഡ് കളർ ഡിസ്കളറേഷൻ വരും എന്ന് പറയണം. അതേപോലെ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ് എന്താണ്? റിഫാംപിസിൻ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള സൈറ്റോക്രോം P450 ഇൻഡ്യൂസേഴ്സ് ആണ്. അവരെന്താ ചെയ്യുക? അവർ ആ ഒരു എൻസൈമിനെ ഇൻഡ്യൂസ് ചെയ്യും. അപ്പം ഈ ഒരു എൻസൈം വഴി മെറ്റബിളൈസ് ആയി പോകുന്ന ഡ്രഗ്സ് ഒക്കെ പെട്ടെന്ന് മെറ്റബിളൈസ് ആയി പോയിട്ട് ആ ഡ്രഗ്സിന്റെ ഒക്കെ എഫക്റ്റ് കുറയാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഡ്രഗ് ഇന്ററാക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ചില ഡ്രഗുമായിട്ട്. അതുപോലെ പൈറസിനമൈഡ്, അവിടെ നമുക്ക് ഹെപ്പാറ്റോടോക്സിസിറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈപ്പർ യുറീസീമിയ അല്ലെ? ഗൗട്ട് ഒക്കെ വരാനുള്ള ചാൻസ്, യൂറിക് ആസിഡിന്റെ ലെവൽ കൂടിയിട്ട് വരാം. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന എത്താംബ്യൂട്ടോൾ എന്താണ്? ഒപ്റ്റിക് ന്യൂറൈറ്റിസ്. അപ്പൊ വിഷ്വൽ അക്വിറ്റി കുറയുന്നു, അതുപോലെ തന്നെ ഗ്രീൻ റെഡ് കളർ ബ്ലൈൻഡ്നെസ് ഒക്കെ വരുന്നത് ഏത് ഡ്രഗ് എടുക്കുമ്പോഴാണ്? എത്താംബ്യൂട്ടോൾ. കണ്ടോ? ഐ എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ എത്താംബ്യൂട്ടോളിലാണ് ഐ റിലേറ്റഡ് ആയിട്ടുള്ള ഒപ്റ്റിക് ന്യൂറൈറ്റിസ് വരുന്നത്. പിന്നെ വരുന്ന സ്ട്രെപ്റ്റോമൈസിൻ ആണ്. സ്ട്രെപ്റ്റോമൈസിനിൽ എന്താ വരിക? ഓട്ടോടോക്സിസിറ്റി, അതുപോലെ തന്നെ വെസ്റ്റിബുലാർ ടോക്സിസിറ്റി, നെഫ്രോടോക്സിസിറ്റി എല്ലാം പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യം, മുന്നേ വരെ നമുക്ക് സ്ട്രെപ്റ്റോമൈസിനും ഫസ്റ്റ് ലൈൻ ഡ്രഗ് ആയിരുന്നു. ഇപ്പൊ സ്ട്രെപ്റ്റോമൈസിൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ലൈനിൽ നിന്ന് സെക്കൻഡ് ലൈനിലോട്ട് മാറ്റിയിട്ടുണ്ട്. റെസിസ്റ്റൻസ് അതുപോലെ തന്നെ ഈ ഒരു ടോക്സിസിറ്റി ഒക്കെ കൊണ്ടാണ് ഈ ഒരു ചേഞ്ച് പറയുന്നത്. ഓക്കെ, ഇപ്പൊ പുതിയ റെജിമെൻ വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് ലൈനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് സ്ട്രെപ്റ്റോമൈസിന്. അതേപോലെ നമ്മുടെ ആന്റി ട്യൂബർക്കുലർ റെജിമെനിലും ചേഞ്ച് വന്നിട്ടുണ്ട്. മുന്നേ നമുക്ക് 6 months ആയിരുന്നു നമ്മുടെ ആന്റി ട്യൂബർക്കുലർ റെജിമെൻ. ഇപ്പൊ അത് ചേഞ്ച് ചെയ്തിട്ട് 4 months, അതായത് ഡ്യൂറേഷൻ കുറച്ചിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ചേഞ്ച് പറഞ്ഞേക്കുന്നത്? മുന്നേ കണ്ടോ 6 months ആണ്, ഇപ്പൊ അത് വന്നിട്ട് 17 weeks ആയിട്ട്, അപ്രോക്സിമേറ്റ്ലി ഒരു 4 months ആയിട്ട് അത് കുറച്ചിട്ടുണ്ട്. നമ്മുടെ ട്രീറ്റ്മെന്റിൽ പറയുന്നത് കണ്ടോ 8 weeks നമ്മൾ ഐസോനിയാസിഡ്, അതുപോലെ തന്നെ എന്താണ് 2 months ആണ് ഐസോനിയാസിഡ്, അതുപോലെ നമ്മുടെ റിഫാംപെന്റിൻ. കണ്ടോ, പി എന്ന് പറയുന്നത് റിഫാംപെന്റിൻ, അതുപോലെ തന്നെ എം എന്താണ്? മോക്സിഫ്ലോക്സാസിൻ, അതുപോലെ തന്നെ ഇസഡ് എന്താണ്? പൈറസിനമൈഡ്. മുന്നേ ഉണ്ടായിരുന്നത് തന്നെയാണ്. അപ്പൊ ഇവിടെ എന്ത് ചേഞ്ച് ആ വന്നേക്കുന്നത്? നമ്മുടെ റിഫാംപിസിൻ മാറ്റിയിട്ട് റിഫാംപെന്റിൻ, അതായത് കുറച്ചുകൂടെ ലോങ്ങർ ആക്ടിങ് ആയിട്ടുള്ള ഒരു റിഫാമൈസിൻ അവിടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്? എത്താംബ്യൂട്ടോളിന് പകരം ഇപ്പൊ ഏതാ കൊടുക്കുന്നത്? മോക്സിഫ്ലോക്സാസിൻ. അപ്പൊ ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് വന്ന ചേഞ്ച്. ഏതൊക്കെയാണ്? റിഫാംപെന്റിനും മോക്സിഫ്ലോക്സാസിനും. റിഫാംപിസിനെയും എത്താംബ്യൂട്ടോളിനെയും മാറ്റിയിട്ടാണ് ഈ രണ്ട് ഡ്രഗും ഇപ്പൊ വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഡ്യൂറേഷൻ എന്താണ്? കുറച്ചുകൂടെ കുറഞ്ഞിട്ടുണ്ട്. 6 months നിന്ന് എത്ര ആക്കിയിട്ടുണ്ട്? 4 months ആയിട്ട് ഡ്യൂറേഷൻ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മൾ എപ്പോഴും ഓർത്തു വെക്കേണ്ട പുതിയ റെജിമെന്റിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ച്. ഓക്കെ,
ഇനി അടുത്ത ക്വസ്റ്റ്യൻ, which of the following describes the cheese reaction associated with older MAO inhibitors? അതായത് ചീസ് റിയാക്ഷൻ. എന്താണ് ചീസ് റിയാക്ഷൻ എന്ന് പറയുന്നത്? അപ്പം ഇതിൽ ഏതാണ് ആ ഒരു ചീസ് റിയാക്ഷൻ റിലേറ്റ് ചെയ്ത് പറയുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഹൈപ്പർടെൻസീവ് ക്രൈസിസ് ഡ്യൂ ടു തൈറമിൻ ഡിസ്പ്ലേസിംഗ് നോർഎപ്പിനെഫ്രിൻ, അക്യൂട്ട് ഹെപ്പാറ്റിക് ഫെയിലിയർ, അനഫിലാറ്റിക് ഷോക്ക് ഫ്രം മിൽക്ക് പ്രോട്ടീൻ, സിവിയർ ഹൈപ്പോടെൻഷൻ ആൻഡ് സിൻകോപ്പ്. ഏതാണ് ഈ ചീസ് റിയാക്ഷൻ എന്ന് പറയുന്നത്? നമ്മുടെ MAO, ദാറ്റ് ഇസ് മോണോ അമീൻ ഓക്സിഡേസ് ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് എന്താണ്? ഹൈപ്പർടെൻസീവ് ക്രൈസിസ് അല്ലെ? ഹൈപ്പർടെൻസീവ് ക്രൈസിസ് ഡ്യൂ ടു തൈറമിൻ ഡിസ്പ്ലേസിംഗ് നോർഎപ്പിനെഫ്രിൻ. അവിടെ ഹൈപ്പർടെൻസീവ് ക്രൈസിസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമ്മുടെ തൈറമിൻ, നമ്മളെ ഫുഡിൽ നിന്ന് തൈറമിൻ വരുന്നത് നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് മോണോ അമീൻ ഓക്സിഡേസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു ഇൻഹിബിറ്റേഴ്സ് വരുമ്പോൾ എന്താ ചെയ്യുക? ദാറ്റ് വിൽ ബ്ലോക്ക് ദ ബ്രേക്ക് ഡൗൺ ഓഫ് തൈറമിൻ അല്ലെ? ആ തൈറമിന്റെ ബ്രേക്ക് ഡൗൺ അവിടെ ബ്ലോക്ക് ആവുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? അവിടെ തൈറമിൻ അക്യുമുലേറ്റ് ചെയ്യും. തൈറമിൻ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? കാറ്റക്കോളമീൻസ് അവിടെ ഇൻക്രീസ് ആവും. അപ്പൊ നമ്മുടെ നോർഎപ്പിനെഫ്രിൻ റിലീസ് ഒക്കെ കൂടുമ്പോൾ നമുക്ക് എന്ത് വരും? ഒരു ഹൈപ്പർ ടെൻഷൻ, സിവിയർ ആയിട്ടുള്ള ഒരു ഹൈപ്പർ ടെൻഷൻ വരും. അപ്പൊ ഹൈപ്പർടെൻസീവ് ക്രൈസിസിലോട്ട് അത് പോകും. അങ്ങനെയാണ് ആ ഒരു ചീസ് റിയാക്ഷൻ വരുന്നത്. എന്തുകൊണ്ടാണ് ചീസ് റിയാക്ഷൻ എന്ന് പറയുന്നത്? തൈറമിൻ കൂടുതലായിട്ടൊക്കെ കാണുന്ന എന്തിലാണ്? ഏജ്ഡ് ചീസ്, അതുപോലെ തന്നെ എന്താണ്, പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ്സ്, അതുപോലെ നമ്മുടെ ഫെർമെന്റഡ്, പിക്കിൾഡ്, അതുപോലെ സ്മോക്ഡ് ഫുഡ്സിലൊക്കെയാണ് കൂടുതലും തൈറമിൻ കാണുന്നത്. ആ ഒരു ഇത് കൊണ്ടാണ് ചീസ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താ നമ്മളിവിടെ ഓർത്തു വെക്കേണ്ടത്? MAO ഇൻഹിബിറ്റേഴ്സ്, ദാറ്റ് ഇസ് മോണോ അമീൻ ഓക്സിഡേസ് ഇൻഹിബിറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ തൈറമിന്റെ ബ്രേക്ക് ഡൗൺ പ്രോപ്പർലി നടക്കാത്ത, അതുപോലെ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ബ്രേക്ക് ഡൗൺ പ്രോപ്പർലി നടക്കാതെ ആ ഒരു റീസൺ കൊണ്ട്, അതായത് നമ്മുടെ നോർഎപ്പിനെഫ്രിൻ ഒക്കെ കൂടുതലായിട്ട് വന്നിട്ട് സിവിയർ ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ വരുന്നത്. അപ്പൊ എന്തൊക്കെ വരാം? ഹൈപ്പർ ടെൻഷൻ, ഹെഡ് ഏക്ക്, പാൽപിറ്റേഷൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. എന്തിലാണ്? ചീസ് റിയാക്ഷനിൽ. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, a female patient is taking a combined oral contraceptive. Which of the following antibiotics is most widely proven to induce hepatic enzymes and significantly reduce the contraceptive efficacy requiring backup contraception? Ciprofloxacin, amoxicillin, azithromycin and rifampin. നമ്മൾ മുന്നേ ഒരു ഡ്രഗിനെ കുറിച്ച് പറഞ്ഞു. എന്താണ്? ഒരു പൊട്ടന്റ് ആയിട്ടുള്ള സൈറ്റോക്രോം P450 ഇൻഡ്യൂസർ. ഏതാണ് ആ ഡ്രഗ്? റിഫാമ്പിൻ അല്ലെ? റിഫാമ്പിൻ എന്ന് പറയുന്നത് ഈ ഒരു പൊട്ടന്റ് ആയിട്ടുള്ള ഒരു സൈറ്റോക്രോം P450 ഇൻഡ്യൂസർ ആണ്. അപ്പം എന്താണ് മെയിൻലി വന്നിട്ട് P3A4, 2C, 1A2 ഒക്കെ ഇൻഡ്യൂസ് ചെയ്യുന്നു അല്ലെ? അപ്പൊ ആ ഒരു എൻസൈമിന്റെ ഹെൽപ്പോട് കൂടി മെറ്റബിളൈസ് ആവുന്ന ഡ്രഗ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? അതിന്റെ കോൺസെൻട്രേഷൻ നമ്മുടെ ബോഡിയിൽ കുറയാനാണ് ചാൻസ് അല്ലെ? അപ്പൊ റിഫാമിസിൻ വന്നിട്ട് എന്താണ്? ദാറ്റ് ഇൻഡ്യൂസ് സൈറ്റോക്രോം P450. അപ്പൊ അതിന്റെ കൂടെ കോ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഡ്രഗിന്റെ മെറ്റബോളിസം കൂടുന്നു. മെറ്റബോളിസം കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പ്ലാസ്മ കോൺസെൻട്രേഷൻ, ആ ഒരു കോ അഡ്മിനിസ്റ്റർ ചെയ്ത ഡ്രഗിന്റെ പ്ലാസ്മ കോൺസെൻട്രേഷനും തെറാപ്യൂട്ടിക് എഫിക്കസിയും കുറയുന്നു. കണ്ടോ? ഇത്രയും ഡ്രഗ്സുമായിട്ട് ഈ ഒരു റിഫാംബിസിന്റെ ആ ഒരു ഇൻഡ്യൂസിങ് ഇഫക്റ്റ് അഫക്ട് ചെയ്യുന്ന കുറച്ച് ഡ്രഗ്സ് ആണ് ഈ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? കോൺട്രാസെപ്റ്റീവ് അല്ലെ? കോൺട്രാസെപ്റ്റീവ് കൊടുക്കുമ്പോൾ ആ ഒരു കോൺട്രാസെപ്റ്റിക് ഫെയിലിയർ, കാരണം ആ ഒരു എഫക്റ്റ് കുറഞ്ഞിട്ട് കോൺട്രാസെപ്റ്റിക് ഫെയിലിയർ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ എന്താണ്? വാർഫാരിൻ കൊടുക്കുമ്പോഴും ആന്റി കൊയാഗുലന്റ് ഇഫക്റ്റ് കുറയുമ്പോൾ ത്രോംബോസിസ് റിസ്ക് വരുന്നു. സ്റ്റിറോയിഡ്സ് ആണെങ്കിലോ തെറാപ്യൂട്ടിക് എഫിക്കസി കുറയ്ക്കുന്നു. സൾഫണൈലൂറിയ, എന്തിനാണ് ആ ഡ്രഗ് കൊടുക്കുന്നത്? ആ ഡ്രഗ് കിട്ടുമോ? എഫക്റ്റ് കിട്ടുമോ? ഇല്ല. അപ്പൊ നമുക്ക് ഹൈപ്പർ ഗ്ലൈസീമിയ വരുന്നു. അങ്ങനെ ഡിഫറെന്റ് ക്ലാസസ് ഓഫ് ഡ്രഗിൽ ഈ ഒരു ഇൻഡ്യൂസിങ് ഇഫക്റ്റ് വരുന്നത് കൊണ്ട് ഈ കോ അഡ്മിനിസ്റ്റർ ചെയ്ത ഡ്രഗിന്റെ ഒക്കെ എഫക്റ്റ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? നമുക്ക് ആവശ്യമുള്ള ഒരു തെറാപ്യൂട്ടിക് എഫക്റ്റ് നമുക്ക് അവിടെ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്ന റിഫാംബിസിനുമായിട്ടുള്ള ഡ്രഗ് ഇന്ററാക്ഷൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. അതായത് നമുക്ക് ഏതൊരു ഡ്രഗ്, അതായത് ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഏതൊരു ഡ്രഗും കോ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു ഇന്ററാക്ഷൻ, അതായത് ആ ഒരു കോ അഡ്മിനിസ്റ്റർ ചെയ്ത ഡ്രഗിന്റെ എഫക്റ്റ് എന്ത് ചെയ്യുവാണ്? കുറയുവാണ് ചെയ്യുന്നത്. കണ്ടോ? സ്ട്രോങ്ലി ഇൻഡ്യൂസസ് സൈറ്റോക്രോം P450 എൻസൈം. അപ്പൊ അവിടെ എന്താ സംഭവിക്കുക? അവിടെ നമ്മുടെ കോൺട്രാസെപ്റ്റീവിന്റെ ഇഫക്റ്റ് കുറയാനാണ് സാധ്യത. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് എന്താ കണ്ടേ? നമുക്ക് ആന്റി ട്യൂബർക്കുലർ ഡ്രഗ്സിൽ ഉള്ള ടോക്സിസിറ്റി അല്ലെങ്കിൽ അതിൽ വരുന്ന അഡ്വേഴ്സ് എഫക്ട്സ് നമ്മൾ കണ്ടു. അതുപോലെ പുതിയതായിട്ടുള്ള ആന്റി ട്യൂബർക്കുലർ റെജിമെൻ നമ്മൾ നോക്കി. അതേപോലെ ചീസ് റിയാക്ഷനെ കുറിച്ച് പറഞ്ഞു. പിന്നെ പറഞ്ഞത് നമ്മുടെ ഈ ഒരു റിഫാമ്പിൻ അല്ലെ? റിഫാമ്പിനും ആന്റി TBക്ക് കൊടുക്കുന്ന ഡ്രഗ് തന്നെയാണ്. അത് ഒരു പൊട്ടന്റ് ആയിട്ടുള്ള സൈറ്റോക്രോം P450 ഇൻഡ്യൂസർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഫാർമക്കോളജിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഏരിയാസ് ആണ് ഇതൊക്കെ. GCC എക്സാംസിലൊക്കെ മിക്കവാറും ഈ ക്വസ്റ്റ്യൻസ്, ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ
കൺസെപ്റ്റ് GCCയുടെ ഒരു മെയിൻ ഇതെന്ന് പറയുന്നത് കൺസെപ്റ്റ് മനസ്സിലാക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും നിങ്ങൾ കവർ ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു എക്സാം അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്ക് ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പെട്ടെന്ന് ചൂസ് ചെയ്യാനും പറ്റും. അപ്പൊ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. താങ്ക് യു.